കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നീയോ? ഷെൽഫിന്റെ മറവിൽ നിന്ന് മുന്നിലേക്ക് വന്ന താജിനെ കണ്ട് അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ വിളിക്കാൻ പറഞ്ഞേ. എന്തിന്? അവൾ ഗൗരവത്തോടെ പുരികം ചുളിച്ചു. എനിക്ക് കാണാൻ തോന്നി, ആളെ വിട്ട് വിളിപ്പിച്ചു. ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ വരില്ലല്ലോ, അതുകൊണ്ട് അഞ്ജലി മിസ് വിളിക്കുന്നെന്ന് പറയാൻ പറഞ്ഞു. അവനൊട്ടും കൂസാതെ പറഞ്ഞു. എന്തിനാ നീ ഒരു നിഗൂഢതയായിട്ട് മാറുന്നത്? എൻ്റെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ? എൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയോ? അതോ നിന്നെക്കുറിച്ച് ഞാനും തന്നെ അറിയാൻ പാടില്ലെന്ന് കരുതിയിട്ടാണോ? നുസ്ര നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അറ്റ്ലീസ്റ്റ് അവൾക്കെങ്കിലും നിന്നെ അറിയോ? ഇല്ല. ആകെ അറിയുന്ന ഒരേ ഒരാൾ, അത് മുന്നെയാ. അതിന് മാത്രം എന്ത് കുന്താ നീയും അവൻ തമ്മിലുള്ളത് എന്നതിൻ്റെ മനസ്സിൽ? അവൻ ദേഷ്യത്തോടെ ശബ്ദം എടുത്തോണ്ട് ചോദിച്ചു. എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല ലൈല. നീ ആരാണെന്നോ എവിടുത്തെയാണെന്നോ നിന്റെ മനസ്സിൽ എന്താണെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ഇനി അറിഞ്ഞു നോക്കുക. നീ എനിക്ക് ചേരാത്തവളാണെന്ന് കരുതുക. എന്നാലും എനിക്ക് നിന്നോട് തോന്നിയ ഇഷ്ടം ഇല്ലാതാവില്ല. ഒരുപക്ഷെ എല്ലാം കൊണ്ട് എന്നേക്കാൾ താഴെ നിൽക്കുന്നവളായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിൽ, അതും അല്ലെങ്കിൽ എന്നോടൊപ്പം, എന്ത് തന്നെ ആയിക്കോട്ടെ. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ പെണ്ണ് അത് നീയാ. നിന്റെ വാശിയും ധൈര്യമൊക്കെ കണ്ടപ്പോഴാണ് ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്ക് നീ വേണമെന്ന് തോന്നിയത്. തോന്നലല്ല, എനിക്ക് വേണം. അതുകൊണ്ടാ എൻ്റെ മുമ്പിൽ ഇത്രയൊക്കെ വിളഞ്ഞിട്ടും ഞാൻ നിന്നെ വെറുതെ വിട്ടത്. വേറെ വല്ലവളായിരുന്നെങ്കിൽ ഇപ്പം ചുമരിൽ തേഞ്ഞ് കിടന്നേനെ. എബി പറയുന്നു എനിക്ക് പെണ്ണിനറിയില്ലെന്ന്, പെണ്ണിൻ്റെ മനസ്സറിയില്ലെന്ന്, സ്നേഹിക്കാൻ അറിയില്ലെന്ന്. നീയും എത്രയോട്ടം പറഞ്ഞിരിക്കുന്നു അത് തന്നെ. ശരിയാ, എനിക്കറിയില്ല, ഒന്നും അറിയില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. ആദ്യം നിന്റെ മനസ്സ് നേടണമെന്ന് കരുതി, എന്നിട്ട് നിന്റെ മനസ്സ് കവർന്നെടുക്കാനുള്ള ഒരു നല്ല കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ താജിനെ അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് കരുതലല്ല, ഇപ്പോഴും പറയുക. നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ തെമ്മാടി താജിനെ ആയിരിക്കും, അല്ലാതെ നിനക്ക് വേണ്ടി മാറിയ താജിനെ ആയിരിക്കില്ല. എനിക്ക് വേണം നിന്നെ. വെറും വാശി മാത്രമല്ല, തീരുമാനം കൂടിയാ. അവൻ്റെ മുഖത്തെ ദേഷ്യമെല്ലാം കുറഞ്ഞു പോയിരുന്നു. പകരം ആ മുഖത്ത് എവിടെയോ വേദന നിറഞ്ഞിരുന്നു. അതവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക മാത്രം ചെയ്തു. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ള നീറുന്നുണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയാണെന്ന് അവൾ അറിഞ്ഞില്ല. ആദ്യം ഞാൻ കരുതി നീ ഒരു പുരുഷ വിരോധി ആയിരിക്കുന്നു. പിന്നെ മുന്നേയുള്ള അടുപ്പവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അതല്ലെന്ന് ഉറപ്പായി. പിന്നെന്താ, പ്രണയവിരോധിയാണോ? എടി, പ്രണയിച്ച് നടക്കാനൊന്നല്ല, കെട്ടിക്കൊണ്ട് പോവാനാ എൻ്റെ വീട്ടിലേക്ക് അന്തസ്സായിട്ട്. അവൻ പിന്നെയും പറഞ്ഞു. എന്നിട്ട് അവളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് അവൻ്റെ മുമ്പിൽ അവൾക്ക് ഇത്രയും വലിയ നിശബ്ദത. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനവളുടെ മുഖത്തേക്ക് നോക്കി. വല്ലാതെ ഇരുണ്ട് കെട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അവന്. പോകോ, ക്ലാസ്സിലേണ്ട. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. പോവാൻ ഭാവിച്ചു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ച് ദേഹത്തേക്ക് അടുപ്പിച്ചു. അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞിട്ട് പോ. എന്താ നിന്റെ മനസ്സിൽ? ആർക്ക് വേണ്ടിയാ ഈ ഒഴിഞ്ഞു മാറല്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമൻ, എൻ്റെ മനസ്സിലൊന്നുമില്ല. ഇഷ്ടപ്പെടാൻ പറ്റാത്തതുകൊണ്ടാ. നീ എന്നെ മനസ്സിലാക്കണം. അവൻ്റെ ചാരക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അവൾക്ക് നേരിടാനാവുന്നുണ്ടായിരുന്നില്ല. ശരി, പോ. അവൻ അവളുടെ പിടിവിട്ടു. പിന്നെ അവൾ അവിടെ നിന്നില്ല, വേഗം ഇറങ്ങിപ്പോയി. ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴും ക്ലാസ്സിലെത്തി ഇരിക്കുമ്പോഴെല്ലാം അവളുടെ ചിന്തകൾ മുഴുവൻ അവനിലായിരുന്നു. എവിടെയോ കേട്ടു മറന്ന കഥയിലെ നായകനെ പോലെ തോന്നുന്നു. വന്ന വഴികളിൽ വെച്ച് എവിടെ നിന്നോ ഞാൻ കേട്ടറിഞ്ഞൊരു കഥാപാത്രം, ആരുമായോ ബന്ധമുള്ളതുപോലെ. ആദ്യം വേദനിപ്പിക്കുന്നു, പിന്നീട് വന്ന് അതിൻ്റെ ഇരട്ടി സ്നേഹവും ആശ്വാസവും നൽകുന്നു. എന്തൊക്കെയാവൻ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ അവൻ്റെ മനസ്സിലുള്ളതെന്ന് അറിയുന്നില്ല. എന്താണ് അവൻ്റെ മുമ്പിൽ എനിക്ക് പഴയതുപോലെ പൊട്ടിത്തെറിക്കാൻ കഴിയാത്തത്? അവൻ്റെ കാര്യം പോട്ടെ, എന്താ തനിക്ക്? എന്താ എൻ്റെ മനസ്സിൽ? അതുപോലും അറിയുന്നില്ലല്ലോ റബ്ബേ. റമിയെ കണ്ടുമുട്ടില്ലായിരുന്നുവെങ്കിൽ, അവന് ഞാൻ എൻ്റെ മനസ്സ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, ഉറപ്പായും ഞാൻ നിന്റെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ അവൻ. പക്ഷേ ഇതിപ്പോൾ കഴിയാത്തതുകൊണ്ടാണ്. അത് നീ മനസ്സിലാക്കണം. മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എനിക്കെങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയില്ല അമ്മൻ. ഒരിക്കലും കഴിയില്ല. അത് നീ മനസ്സിലാക്കിയേ പറ്റൂ. ലൈലു, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? കുളി കഴിഞ്ഞിറങ്ങി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുഖവും തുവർത്തി തിരിഞ്ഞ് അവളോട് സാനു ചോദിച്ചു. അവൾക്ക് മനസ്സിലായില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചു. ഇന്നെന്നെ പിടിച്ചു വെച്ച് എന്നെ ചോദ്യം ചെയ്തു അമ്മൻ. മുഖത്തെ പാടുണ്ട്. നിനക്ക് പറയായിരുന്നില്ലേ ഇവിടെ രണ്ട് രാക്ഷസന്മാരുടെ ഇടയിലാണ് നീ കഴിയുന്നെന്ന്? സഹിക്കാനും പിടിച്ചെടുക്കാനും കഴിയുന്നില്ലെന്ന്. നീ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. താജ് ബ്രോ അടുത്ത സെക്കൻഡിൽ ഇവിടെയൊക്കെ പറഞ്ഞെത്തിയാനെ. ഇവിടെയുള്ള രണ്ടെണ്ണത്തിനെ അടിച്ചൊതുക്കുന്നത് മാത്രമല്ല, നിന്നെ അവൻ്റെ മേയർ ബംഗ്ലാവിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തേനെ. നാശിപ്പിച്ചില്ലേ നീ?
അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് നീ ബുദ്ധി പ്രയോഗിക്കില്ലല്ലോ. അവൻ എരിപിരി പൂണ്ടുകൊണ്ട് പറഞ്ഞു. അവിടെ കിളിപാറി. താജ് ബ്രോയോ? അതെപ്പോ മുതല്? അവൾ അവനെ തറപ്പിച്ച് നോക്കി. എല്ലാം കളഞ്ഞു കുടിച്ചിട്ട് നോക്കിയേ ഉണ്ടക്കണ്ണി, കണ്ണ് കുത്തിപ്പിടിക്കാൻ വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ട് പിശാശ നീ. ഇങ്ങോട്ട് തിരിഞ്ഞാലൊരു താജ്, എല്ലാവരുടെ വായിൽ താജ് എന്ന് മാത്രം. കോളേജിലും അൺസഹിക്കബിൾ. ഇപ്പൊ നീയും തുടങ്ങിയോ? അവന്റെ താജ് ബ്രോ ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. ഏത് വകയിലടാ അവൻ എനിക്ക് ബ്രോ ആയത്? അവൻ എന്ത് കൈവശ റബ്ബ് എല്ലാവർക്കും കൊടുക്കുന്നത്? ലേലു, നീ ദേഷ്യപ്പെടാനും പടങ്ങാനും വേണ്ടിയൊന്നും പറഞ്ഞല്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ അവൻ നിന്റെ രക്ഷകനാണെന്നൊരു തോന്നല്. നിന്നെ വേദനിപ്പിച്ചവർക്ക് കിട്ടട്ടെന്ന് കരുതിയാ ഞാനങ്ങനെ പറഞ്ഞു. നിന്റെ വേദനയിൽ അവൻ അസ്വസ്ഥനാവുന്നുണ്ട്. അത് തന്നെയല്ലേ അവന് നിന്നോടുള്ള സ്നേഹം. തെറ്റ് നിന്റെ ഭാഗത്തുണ്ട്. താജ് ചോദിക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ചുമ്മാ നുണ പറയാൻ പോയേ? താജല്ല അവൻ എന്ന് വിളിച്ചാൽ മതി. അത് നീ വിളിച്ചാൽ മതി. ഞാൻ താജ് എന്ന് വിളിക്കുക. എനിക്കതാ ഇഷ്ടപ്പെട്ട്. നീ നിന്റെ ഇഷ്ടം നോക്കിയല്ലേ വിളിക്കുന്നത്? അതുപോലെ തന്നെ ഞാനും. താജ്, നൈസ് നൈം. അവൻ ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അവൾ ഒന്നാകെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. എണീറ്റ് പോയി നീ, എനിക്ക് നോട്ട്സ് എഴുതാനുണ്ട്. അവൾ പുസ്തകം തുറന്നു വെച്ചു. ലേലു, ഞാൻ ചോദിച്ചു പറ, എന്താ നീ അവനോട് സത്യം പറയാഞ്ഞേ? പറയായിരുന്നില്ലേ? എല്ലാം തീർന്നേനെ. പറഞ്ഞിട്ട് എന്തിനാ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവൻ. എൻ്റെ വേദന കാണുമ്പോൾ അസ്വസ്ഥനാവുന്നവനല്ല അവൻ. എൻ്റെ വേദനയിൽ സന്തോഷിക്കുന്നവനാ. എന്നെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നവനവൻ. തിണ്ടി ചിരിക്കുന്നോ? അവൻ്റെ ഭാഗം ചേർന്ന് എന്നെ തെറ്റു പറയണം. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? മേശപ്പുറത്ത് കയറി നിന്ന് കുരുങ്ങി ചിരിക്കുന്നു പിശാശി. എനിക്ക് എഴുതാനുണ്ട്, എണീറ്റ് പോടാം. അവൾ അവനെ പിടിച്ച് മേശയിൽ നിറക്കി എല്ലാ പുസ്തകവും എടുത്ത് മേശയിൽ നിരത്തി വെച്ചു. മോളയിലും നീ എത്ര കടുംപിടുത്തം കാണിച്ചാലും കാര്യമില്ല. താജ് നിന്റെ മനസ്സിനെ പിടിച്ചെടുക്കും. റമി നിന്റെ മനസ്സിൽ സ്ഥാനം നേടിയപ്പോൾ തന്നെ താജ് നേടിയെടുത്തിരിക്കും. പക്ഷെ ഒരു വ്യത്യാസം, റമിയെ പോലെ തൊട്ടാവാടി സ്വഭാവം ഉണ്ടാവില്ല. നീ എപ്പോഴും പറയുന്ന തെമ്മാടിത്തരുണ്ടല്ലോ ഇവന്. അതുകൊണ്ട് ആ തെമ്മാടിത്തരം കൊണ്ടായിരിക്കും ഇവൻ നിന്റെ മനസ്സ് നേടിയെടുക്കുക. നോയിക്കോ, ഉറപ്പാ. അതിലൊരു സംശയമല്ല. നീ താജിൻ്റെതാവുന്ന ദിവസം ഇനി ഒരുപാട് ദൂരമൊന്നുമില്ല. സാനി ഒരു പുൻസിരിയോട് അവളെ നോക്കി പറഞ്ഞു. നോട്ട്സ് എഴുതാൻ വേണ്ടി പുസ്തകം തുറന്ന് അവളുടെ കണ്ണുകളിൽ ആ വരികൾ ഉടക്കി. വാശി നല്ലതാണ്, അത് പക്ഷേ ജയിക്കാനായിരിക്കണം, അല്ലാതെ തോറ്റുപോകാനാവരുത്. സ്വന്തം ജീവിതത്തിനോട് തന്നെ ആവരുത് നിന്റെ വാശി. നീ സ്നേഹിച്ചവന് നിനക്ക് നഷ്ടപ്പെട്ടു എന്നതിനർത്ഥം നിന്റെ ജീവിതം നിനക്ക് നഷ്ടമായി എന്നല്ല. ചുറ്റിലേക്ക് നോക്കൂ. നിന്നെ സ്നേഹിക്കുന്ന എത്ര പേരാണ്? കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തിനാണ് നീ? മുന്നിലുള്ള സകലത്തിനെയും തട്ടിത്തെറിപ്പിച്ചൊരു ഭ്രാന്തിയെ പോലെ അലറാൻ തോന്നി അവൾക്ക്. സനു റൂമിലുള്ളത് ഓർത്ത് അവൾ കണ്ണുകൾ അടച്ച് വിരലുകൾ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിച്ച് വെച്ച്. ആകെ ഭ്രാന്തി പിടിക്കുന്ന അവൾ അറിഞ്ഞു. അവൾ ആ പുസ്തകം എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. അതെ, എൻ്റെ തന്നെ, എൻ്റെ നോട്ട് പുസ്തകം തന്നെ. കളിച്ച് എൻ്റെ പുസ്തകത്തിൽ തന്നെ കളിക്കാൻ തുടങ്ങിയവൻ എൻ്റെ ക്ലാസ്സിൽ വന്ന് എൻ്റെ ബാഗിൽ കൈയിടാൻ മാത്രം വളർന്നോ? ആരാ ഇവൻ? ആരായാലും മുന്നിൽ വന്നൂടെ? എന്തിനാ ഈ ഒളിച്ചു കളി? എന്നെ പേടിച്ചിട്ടോ? അതെന്നെ പൊട്ടം കളിപ്പിക്കാനോ? അല്ലാതെ തന്നെ തലയ്ക്ക് മീത് 1000 കാര്യങ്ങളുണ്ട്. അതിന് കൂടെയാ ഇപ്പം ഇങ്ങനൊരു മാരണം കൂടെ. സത്യത്തിൽ എന്താ ഇവൻ്റെ ഉദ്ദേശം? വെറും പ്രണയം മാത്രമാണെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യം എന്താ? മുന്നിൽ വന്നെന്ന് പറഞ്ഞാൽ പോരെ? ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് റമിയെ വേരോട് പിഴുതു മാറ്റുക മാത്രമല്ല, അവിടെ മറ്റൊരാളെ സ്ഥാപിക്കുന്ന പോലെയുണ്ട് ഇവൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവൻ എന്നോട് പ്രണയമാണെന്നോ സ്നേഹമാണെന്നോ ഒന്നും പറയുന്നില്ല. ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി ആയിരിക്കുമോ? യാ അല്ലാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൾ ആകെ അസ്വസ്ഥമായി തലക്ക് താങ്ങം കൊടുത്തിരുന്നു. മറുപടി വെച്ചാലോ? വേണ്ട. ഇത്തിരിയെങ്കിലും മര്യാദയുള്ളവനാണെങ്കിൽ അന്ന് വെച്ച് 2 മറുപടി തന്നെ മുന്നിലേക്ക് വന്നേനെ. അത്രയ്ക്ക് അവൻ്റെ ആണത്തത്തിൽ തൊട്ട് തന്നെ എഴുതിയിരുന്നു. ആരാണെന്ന് അറിയണം, മുന്നിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ മറുപടി വെക്കാതെ വേറെ വഴിയില്ല. അവൾ നോട്ട് പുസ്തകത്തിൽ നിന്നൊരു പേപ്പർ പറിച്ചെടുത്തു. നീ ആരെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഈ ഒളിച്ചുകളി? മുന്നിൽ വരാൻ പറ്റുമെങ്കിൽ വാ, അല്ലെങ്കിൽ നിൻ്റെ ഈ വട്ടം അവസാനിപ്പിച്ചിട്ട് പോ. അല്ലാതെ തന്നെ ഇവിടെ മനുഷ്യർക്ക് സ്വസ്ഥതയില്ല. അതിൻ്റെ കൂടെ ഇതും. എന്നെ ഉപദേശിക്കാൻ വേണ്ട. എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന്. പോയി നിന്റെ പണി നോക്കടാ. 4 തെറിയും കൂടി എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷെ എഴുതിയില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ പേപ്പർ വേറെ ആർക്കെങ്കിലും കിട്ടിപ്പോയല്ലോ. വെറുതെ എന്തിനാ ഒന്നും ചെയ്യാത്തതിനും തെറി കിട്ടുന്നത്? നാളെ ലൈബ്രറി പോകുമ്പോൾ വെക്കാം. അവൾ അത് മടക്കി പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഫോണിൽ നോക്കി നോട്ട്സ് എഴുതിയെടുക്കാൻ തുടങ്ങി. ഇപ്പം എല്ലാ ദിവസവും കാണാനും ദേഷ്യം പിടിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ഒന്ന് കാണാൻ കൂടി കിട്ടില്ല. മദർ തെരേസയ്ക്ക് പഠിക്കുകയല്ലേ, ചാരിറ്റബിൾ ട്രസ്റ്റിന് പിന്നാലെ നടക്കുന്നു. ഇവൾക്കൊന്നും വേറെ പണിയില്ലേ? ആ സമയത്ത് എന്നെ പ്രണയിച്ച പോലെ പോത്തിന്. ഒരാൾക്ക് സ്നേഹവും സന്തോഷമൊക്കെ കൊടുക്കുന്ന ഒരു ചാരിറ്റിയാണല്ലോ, അല്ലേ? ഇതുവരെ കോളേജിൽ ഒരാളും ആവശ്യപ്പെടാത്ത ഒന്നാണ് കോളേജിൻ്റെ ഭാഗമായ ഒരു ചാരിറ്റി ട്രസ്റ്റ്. അതിനൊരു താല്പര്യം ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ പ്രിൻസി മുൻകൈ എടുക്കണം. അതേസമയം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ചെയർമാനായ ഞാനും. ആരെ ഇന്നത്തെ കാലത്ത് അതിൻ്റെയൊക്കെ പിന്നിൽ നടന്ന സമയങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കോളേജിൽ നിന്നാണ് ഇപ്പം ഇങ്ങനൊരു ട്രസ്റ്റ് ഉടലെടുക്കാൻ പോകുന്നത്. കോളേജിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു ആവശ്യം ആദ്യമായി ഉയർത്തിയത് അവളാണ്. ഇന്നത് ഉദ്ഘാടനം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അവൾക്കാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വീട്ടിലെ നമ്പറിൽ നിന്ന് കോൾ വന്ന്. സനുവാണെന്ന് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്.
എന്താണ് ഇന്ന് നേരത്തെ എത്തിയോ? അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. കാതോരം ചേർത്ത് ചോദിച്ചു. അതിന് മറുപടിയായി കിതച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തളർന്നു നിന്നു. ലേലു, നീ വീട്ടിലേക്ക് വരണ്ട. ഇവിടെ ആസിഫ് മാത്രമേ ഉള്ളൂ. ഉമ്മാരുടെ വകയിൽ ഏതൊരു അമ്മായിക്ക് സുഖമില്ല, സീരിയസാ. ഉമ്മ സ്കൂളിലേക്ക് വന്ന് എന്നെ കൂട്ടി. സജൂക്കയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുക. ആസിഫ് വരുന്നില്ല. എന്നാൽ ഞാനും വരുന്നില്ല പറഞ്ഞ് വാശി പിടിച്ചു. ഉമ്മ സമ്മതിക്കുന്നില്ല. നിന്നെ ആസിഫിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന അതിനു വേണ്ടിയാ ഇപ്പം എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിലും സ്വന്തം മകനായ എനിക്ക് പോലും വയ്യാതാകുമ്പോൾ സങ്കടപ്പെടാത്ത ഉമ്മയാ ഇന്ന് നെഞ്ചത്തറിച്ച് നിലവിളിക്കുന്നത്. എന്തായാലും നീ ഇവിടേക്ക് വരണ്ട. ഒരു ദിവസമല്ലേ ഹോസ്റ്റലിൽ അങ്ങനെ കയറാൻ നോക്ക്. മിക്കവാറും ഞങ്ങൾ ഇനി നാളെ വരുള്ളൂ. റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുക. ഉമ്മ കാണാൻ അകത്തേക്കൊന്ന് ഫോൺ ചെയ്യുന്നു. സോറി ലേലു, ടേക്ക് കെയർ. അവൾക്കൊന്നും പറയാനായില്ല. അതിനുമുമ്പേ അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഒരു രാത്രി, പക്ഷേ നേരം വിളിപ്പിക്കണ്ടേ? ഇവിടുത്തെ റൂൾസ് വെച്ച് നോക്കിയാൽ ഹോസ്റ്റലിൽ കയറി പറ്റാൻ ബുദ്ധിമുട്ടാണ്. വാർഡൻ കർക്കശക്കാരിയാണ്. എന്ത് കാരണം പറഞ്ഞാൽ കേൾക്കില്ല. ഒരൊറ്റ ദിവസത്തേക്കാണെന്ന് പോലും നോക്കില്ല. ഒരു റൂം അനുവദിച്ചില്ല. അതുകൊണ്ട് ആ വഴി നോക്കണ്ട. മുന്നയോട് കാര്യം പറഞ്ഞാൽ അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ എതിർപ്പൊന്നും നോക്കില്ല. അവിടെ ഞാൻ സുരക്ഷിതയായിരിക്കും. പക്ഷെ വേണ്ട, അവൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഡി, എന്ത് നോക്കിക്കുക? പോകണ്ടേ? വാ, നിന്റെ ബസ്സിന് ടൈമായല്ലോ. നുസ്ര അവളുടെ തോളിൽ തട്ടി. അത് പിന്നെ ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടെ? പെട്ടെന്ന് വന്ന തോന്നൽ അവൾ ചോദിച്ചു. എന്താ ചോദിച്ചേ? എൻ്റെ വീട്ടിലേക്കോ? വിശ്വാസം വരാതെ നുസ്ര കണ്ണു പിടിച്ചു. നിന്റെ വീട്ടിലേക്ക് തന്നെ. ചോദിച്ച ഇഷ്ടമല്ലേ? വേണ്ട, വിട്ടേര്, ഞാൻ തിരിച്ചെടുത്തു. അയ്യോടി, തിരിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു മോള് ചോദിച്ച്. എന്നാലേ തിരിച്ചെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്ത് ചോദ്യ പോത്തെ? വന്നോട്ടേന്ന് വരുന്നത് പറയടി. നുസ്ര സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് സമാധാനമായി. വരുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം, നുസ്ര പറഞ്ഞു. എന്ന നേരത്തിൽ അവൾ നെറ്റി വിളിച്ചു. എന്താ പൊന്നുമോൾക്ക് ഇന്നിങ്ങനെ പെട്ടെന്ന് തോന്നാൻ? എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കൂടി എൻ്റെ വീട്ടിലേക്ക് വരാത്ത ആളാ. അതുപോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ലേ പോലും നീ ഇന്നുവരെ എൻ്റെ വീട്ടിലേക്കോ ഞാൻ നിൻ്റെ വീട്ടിലേക്കോ വന്നിട്ടില്ല. ഇപ്പം എന്ത് പറ്റി? അതൊന്നുമില്ലടി, വീട്ടിലാരുമില്ല. അമ്മായിക്ക് സുഖമല്ല, അല്പം സീരിയസാ. എല്ലാവരും അവിടേക്ക് പോയിരിക്കുക. ഞാനിനി വീട്ടിലേക്ക് എത്തിയിട്ട് അവിടേക്ക് പോക്കും നടക്കില്ല. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് എന്തോ പോലെ. ആദ്യമായിട്ട് ആരുമില്ലാതെ. ബ്രദർ വിളിച്ചാൽ പറഞ്ഞ് വീട്ടിലേക്ക് പോകണ്ട, ഇന്നൊരു ദിവസം ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതേതായാലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട്. അവളൊരിതം പറഞ്ഞു നിർത്തി. തിരിച്ച് നുസ്ര വീട്ടുകാരെക്കുറിച്ചൊന്നും ചോദിക്കരുതെന്നായിരുന്നു അവൾക്ക്. അപ്പോൾ അതാണ്. അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരാനോ നമ്മളെ വീട്ടുകാരെ പരിചയപ്പെടണം എന്നുള്ള കൊതിയുണ്ടെന്നല്ല അല്ലേ? എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ. നീ വാ, ഇപ്പോൾ ബസ്സുണ്ട്, മിസ് ചെയ്യണ്ട. നുസ്ര അവളെയും വലിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. നോക്കുമാ, ഇന്നും ഉമ്മാക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വീടെത്തിയ നുസ്ര മടിച്ചിരിക്കുന്ന അവളെ പിടിച്ചു വലിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവൾ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും നുസ്രാൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് പുഞ്ചിരി വിടുന്നു. അവരെന്തോ ചോദിക്കാനൊരുങ്ങിയതും നുസ്ര വേഗം കാര്യം പറഞ്ഞു. അവളുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. കണ്ടിട്ടില്ലെങ്കിൽ നുസ്ര പറഞ്ഞു ലൈലയെ ഉമ്മക്ക് അറിയാമായിരുന്നു. വന്നിരിക്കുന്ന ലൈലാണെന്ന് അറിഞ്ഞതും ഉമ്മാൻ്റെ സന്തോഷം ഒന്നുകൂടെ വർദ്ധിച്ചു. നുസ്രയുടെ വീട്ടിൽ ഉമ്മയെ കൂടാതെ അവളുടെ ബ്രദറും കൂടി ഉണ്ടായിരുന്നു. ആൾ ഉപ്പാൻ്റെ കൂടെ വിദേശത്ത് ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുകയാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി 1 വീക്ക് ലീവ് എടുത്ത് വന്നാണ്. നുസ്ര ലൈലയെ അവളുടെ ബ്രദറിനും പരിചയപ്പെടുത്തി കൊടുത്തു. അവന് നുസ്ര പറഞ്ഞ ആൾ അറിയാമായിരുന്നു, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് മാത്രം. അവളെ കണ്ടതും അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. വേറൊന്നും കൊണ്ടല്ല, അവളുടെ വിടർന്ന കണ്ണുകളും നീണ്ടുയർന്ന കൺപീലികളും കണ്ടിട്ടാണ്. ആൾ നല്ല സ്മാർട്ടാണെന്ന് നുസ്ര പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും സുന്ദരിയായിരിക്കുന്ന കരുതിയിരുന്നില്ല. അവൻ്റെ ആ നോട്ടം കണ്ട് ലൈലയ്ക്ക് എന്തോ പോലെയായി. അവൾ വേഗം നോട്ടം തെറ്റിച്ച് താഴേക്ക് നോക്കി നിന്നു. അത് നുസ്രക്ക് മനസ്സിലായി. അവൾ അവൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. എൻ്റെ വിലകളരുതെന്ന് പറഞ്ഞ് ലൈലയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോയി. നുസ്ര അവൾക്ക് മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്ത് കുളിച്ചു വരാൻ പറഞ്ഞു. അപ്പോഴേക്കും നുസ്രയുടെ ഉമ്മ ചായയും പലഹാരമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അല്പം മാത്രമാണ് കഴിച്ചത്. എന്നിട്ടും വയറ് വേഗത്തിൽ നിറഞ്ഞെന്ന് അവൾ അറിഞ്ഞു. വയറ് മാത്രമല്ല, മനസ്സും. ആ ഉമ്മാൻ്റെ സ്നേഹം കാണുമ്പോൾ അറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. തൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിലും നാശിച്ചു പോയി അവൾ. ഉമ്മ മാത്രമല്ല, അവളുടെ ബ്രദർ. നേരത്തെ കണ്ടപ്പോൾ ഒരു വട്ടം അങ്ങനെ നോക്കിയതല്ലേ ഉള്ളൂ. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല പെരുമാറ്റവും സ്നേഹമൊക്കെയാണെന്ന് തോന്നിയവൾക്ക്. അവൾ എഴുന്നേറ്റ് കൈ കഴുകി നേരെ വരാന്തയിലേക്ക് ചെന്നു. ചിന്ത മുഴുവൻ നുസ്രയെക്കുറിച്ചായിരുന്നു. വീട്ടുകാരുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുന്നവൾ. എന്ത് സന്തോഷവതിയാണ് അവൾ. എൻ്റെ വാപ്പയും ഉമ്മയും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ ഉണ്ടാകുമായിരുന്നു. അവളുടെ മുഖം ഇരുണ്ടുകൂടാൻ തുടങ്ങി. നുസ്ര വന്ന് അവൾക്ക് അഭിമുഖമായി നിന്നു. എന്താടി, എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടോ? അവളുടെ മുഖത്തെ തെളിച്ച കുറവുകൊണ്ട് നുസ്ര ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. നുസ്രയെ ഇറുകെ പുണർന്നു. വരുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നടി ഇതൊരു സ്വർഗ്ഗാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ വരുമായിരുന്നു. ആരടി ഇവിടെ ഇഷ്ടാവാത്ത? ആർക്കാ ഇവിടെ ഒരു ഇഷ്ടക്കുറവ് തോന്നുക? ഒരിക്കൽ വന്നാൽ പിന്നെ താനേ വന്നു പോകും. അവൾ കരയുകയാണെന്ന് നുസ്രക്ക് മനസ്സിലായി. അവളുടെ കണ്ണുനീർ വീണ് ചുമൽ നനയുന്നുണ്ടായിരുന്നു. പക്ഷേ കരയുന്നത് എന്തിനാണെന്ന് അറിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളും സങ്കടമൊക്കെ ഉണ്ടെന്ന് പലവട്ടം തോന്നിയിരുന്നു.
അപ്പോഴേക്ക് ചോദിച്ചതുമാണ്. പക്ഷെ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. നല്ലൊരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്നെന്തായാലും അറിയണം. ഇന്ന് രാത്രി ചോദിക്കാം അവളോട് എല്ലാ കാര്യങ്ങളും. നുസ്ര കണക്ക് കൂട്ടി. ലൈല, അത് കണ്ടോ നിന്റെ ശത്രുവിൻ്റെ വീട്? നീ എപ്പോഴും അവനെ പരിഹസിക്കാറുണ്ടല്ലോ. മേയർ ബംഗ്ലാവ്, ഇത് താജ് ബംഗ്ലാവാ. ദേ മുന്നിൽ നിൽക്കുന്ന തലയെടുപ്പോടെ ഒന്ന് നോക്കിയേ. അവളുടെ മൂഡ് മാറിക്കോട്ടെ എന്ന് കരുതി നുസ്ര അവൾ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് നുസ്ര കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. മാഷാ അല്ലാഹ്, അവൾ അറിയാതെ പറഞ്ഞു പോയി. ബംഗ്ലാവെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇതിനെ കൊട്ടാരം തന്നെയാ. ഇതൊന്നുമല്ല മോളെ, അതിൻ്റെ അകത്തോട്ട് കയറിയാൽ നിന്റെ ബാക്കിയുള്ള ഫ്യൂസും പോവും. അത്രക്കുണ്ട്. രാവിലെ കയറി രാത്രിയാവും ഇറങ്ങാനും. നോക്കാനും കാണാനും ആസ്വദിക്കാനും കയറിയുണ്ട്. നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആർട്ടിനും ക്രാഫ്റ്റിലൊക്കെ വലിയ താല്പര്യം നിനക്ക്. അതിൻ്റെ അകം നിറയെ വരയും കൊത്തുപണികളൊക്കെയാണ്. നമുക്കൊന്ന് പോയാലോ? അവൻ്റെ വീട്ടിലേക്കോ? ഞാനില്ല. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനിങ്ങില്ല അവൻ്റെ വീട്ടിലേക്ക്. കോളേജിൽ നിന്ന് കിട്ടുന്നതിനെ താങ്ങാൻ വയ്യ. ഇനി വീട്ടിലേക്ക് ചെന്നായിരുന്നു വാങ്ങിക്കണം ഞാൻ. കൊലക്ക് കൊടുക്കാനാണോ ചാടിത്തുള്ളി നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ? എടി, അവനിപ്പോൾ ഉണ്ടാവില്ല. ലോകം മുഴുവൻ ചീറിപ്പാഞ്ഞെത്താനുള്ള ടൈമായിട്ടില്ല. മാത്രമല്ല ഇന്ന് അവിടെ എൻ്റെ വാപ്പുണ്ടെന്നാ തോന്നുന്നു. കണ്ടില്ലേ മുറ്റത്ത് ഔദ്യോഗിക പദവിയുള്ള കാർ എടുക്കുന്നത്. നമുക്കൊന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാമെന്നേ. മരുമകളാണെന്ന് പറഞ്ഞാൽ മതി. മൂപ്പർക്ക് സന്തോഷമാണെന്ന് മാത്രമല്ല താലപ്പൊലി എടുത്തായിരിക്കും നിന്നെ സ്വീകരിക്കുക. നുസ്ര നീ ചിരിക്കാൻ തുടങ്ങി. ആണോ? എന്നാലേ എനിക്കൊന്നും വേണ്ട സ്വീകരണം. എന്നാൽ പൊന്നുമോൾ ചെല്ല്. വെറുതെ വേണ്ട. അവൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നും നീയാണ് ഭാവി മരുമകളിൽ നിന്നും കൂടെ പറഞ്ഞു തരും. താലപ്പൊലി മാത്രമല്ല അവനോട് ഈ വെടിക്കെട്ടനെ നടത്തും. ചെല്ലുമുത്തേ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നുസ്ര അടങ്ങി അകത്തേക്ക് കയറി. ഒരു കയ്യിൽ മദ്യവും മറ്റേ കയ്യിൽ സിഗരറ്റുമായി അവൾ വരുന്ന സമയം എണ്ണി കാത്തിരിക്കായിരുന്നു ആസിഫ്. ഓരോ തുള്ളി മദ്യ അകത്തേക്ക് പ്രവഹിക്കും തോറും അവൻ്റെ കണ്ണുകൾ കൂടുതൽ കൂർത്ത് തിളങ്ങുകയും അവളുടെ ഇളമേനിയിലേക്ക് പല്ലും നഖവും താഴ്ത്താനുള്ള കൊതി വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലുകൾ മുന്നിലുള്ള ടേബിളിലേക്ക് കയറ്റി വെച്ചു. ചുവന്ന് പറഞ്ഞ കണ്ണുകളുടെ ക്ലോക്കിലേക്ക് നോക്കി. വരുന്ന സമയമായിട്ട് അവളെ കാണാത്ത അവൻ്റെ ദാഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു. മുന്നിൽ മദ്യക്കുപ്പികളുടെയും സിഗരറ്റിൻ്റെ എണ്ണ അധികരിച്ചുകൊണ്ടിരുന്നു. സിരകളിൽ മദ്യത്തിൻ്റെ ലഹരി ആഴ്ന്നിറങ്ങി. കൊതിയും മാർത്തിയും അടക്കി നിർത്താൻ ഈ ലഹരിയൊന്നും പോരാ. വടിവത്ത് അവളുടെ ശരീരം തന്നെ വേണമെന്ന് തോന്നി. കാത്തിരിപ്പ് ഭ്രാന്ത് പിടിപ്പിക്കുന്നവൻ അറിഞ്ഞു. അവൻ ഫോണെടുത്ത് ആ സ്ത്രീക്ക് വിളിച്ചു. ഇത്രയും നേരമായിട്ട് അവൾ വന്നില്ലെന്ന കാര്യം അറിഞ്ഞു. അവൾ ആദ്യം നോക്കിയ സനുവിനെയാണ്. ഞാൻ ഇവിടെങ്ങില്ല എന്ന മറ്റുള്ള അവൻ്റെ ഇരിപ്പും ഭാവം കണ്ടപ്പോൾ അവൾക്ക് ഉറപ്പായി സനു അവളെ കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവസരം ഒരു പ്രയോജനമില്ല. ആ പാഴായി പോകുന്നതിനുള്ള ദേഷ്യം കുറച്ചൊന്നുമില്ലായിരുന്നു അവർക്ക്. അവർ സനുവിനെ പിടിച്ചെടുത്തി കാര്യം ചോദിച്ചു. എനിക്കറിയിട്ടുമ്മ ലൈനുവിൻ്റെ ക്യാമ്പുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ഇന്നായിരിക്കും. എങ്കിലൊന്നും വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കോളേജിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. തനിക്കൊരു പങ്കുമില്ലാത്ത പോലെ നിസ്സാരമായി പറഞ്ഞവൻ. അവർക്കത് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. അവർ സജ്ജാദിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. അവൻ ചാടി പുറപ്പെടാൻ ഒരുങ്ങിയതും അവർ തടുത്തു. വേണ്ട, നാളെ ആവട്ടെ. അവൾക്കുള്ള നാളെ കൊടുക്കാം. എത്ര ദിവസം അവൾക്കിങ്ങനെ രക്ഷപ്പെടാനാവും? കൂടിപ്പോയ 1-2 തവണ. അത്രയല്ലേ കഴിയുള്ളൂ. അവരുടെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു. സനുവിനാകെ പേടി തോന്നുന്നുണ്ടായിരുന്നു. അവളെ ഓർത്തിട്ടൊരു സമാധാനം ഉണ്ടായില്ല. ഒന്ന് വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുവെട്ടിക്കാനും പറ്റുന്നില്ല. അവൻ വേദനയോടെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.